സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിൽ മനനൊന്ത് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല. ഷിംജിത മുസ്തഫയ്ക്കാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എന്തൊക്കെ കാരണങ്ങൾ കാണിച്ചാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിച്ചത്? ശ്രീജ, പ്രോസിക്യൂഷന്റെ പ്രധാന വാദം ഈ കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് പരിശോധനയുടെ അടക്കം ഫലം ലഭ്യമാവേണ്ടതുണ്ട്. സാക്ഷികളുടെ മൊഴി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ കേസ് പ്രാരംഭഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകും എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്ത് ഒരുപാട് ബ്ലോഗർമാർ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരക്കാർക്ക് ഈ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അവർക്ക് പ്രോത്സാഹനമാവുകയും ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും പുറത്തിറങ്ങുകയും അത് പലരുടെയും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 21-നാണ് ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് അറസ്റ്റിലായത്. അതിനുശേഷം കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അവരിപ്പോൾ മഞ്ചേരിയിലെ ജയിലിൽ കഴിഞ്ഞു വരികയുമാണ്. എന്തായാലും ശക്തമായ എതിർപ്പാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഒപ്പം ദീപകിന്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകനും കോടതിയിൽ ഹാജരായിരുന്നു. ഷിംജിതയുടെ ഭാഗത്തു നിന്നും പറഞ്ഞത് തനിക്കെതിരെ മോശമായ ഒരു പെരുമാറ്റം ഈ ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ രോഷം നിമിത്തമാണ് സമൂഹ മാധ്യമത്തിൽ ഈ വീഡിയോ പങ്കുവെക്കുന്ന സാഹചര്യം വന്നത്. ഇത് സമൂഹ മാധ്യമത്തിൽ തന്റെ അക്കൗണ്ടിൽ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. മറ്റാർക്കും നൽകുകയോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തത് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്റെ ഒരു സ്വകാര്യ ഇടത്ത് പങ്കുവച്ചതിനെ ആ രീതിയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ സമൂഹ മാധ്യമം എന്നത് സ്വകാര്യ ഇടമല്ല. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനുള്ള ഒരു മാർഗങ്ങൾ കൂടി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. പക്ഷെ അതൊന്നും ഒഴിവാക്കിയല്ല ഇത്തരം വീഡിയോ പങ്കുവച്ചത്. 20 ലക്ഷത്തിലധികം ആളുകളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വീഡിയോ കാണുകയും ചെയ്തത്. അതുകൊണ്ടൊരു സ്വകാര്യ ഇടമെന്ന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ദീപകിന്റെ കുടുംബവും വാദിച്ചിരുന്നു. എന്തായാലും കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒക്കെ വാദം അംഗീകരിച്ചാണ് അവർക്കിപ്പോൾ ജാമ്യം നൽകാതിരിക്കുന്നത്. ശ്രീജ, MS അനീഷ് കുമാറാണ് കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.